പിന്നെ കാണിക്കുന്നത് പാവുവും അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും ഹോസ്പിറ്റലിൻ്റെ ആരും കാണാത്ത ഒരു സൈഡിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവാൻ പാവുവിനോട് പറയും, ഞങ്ങൾക്ക് മരിച്ച പെണ്ണിൻ്റെ ശവശരീരം കാണണമെന്ന് ഉണ്ട്. അപ്പോൾ പാവു പറയും, ഞാൻ സമ്മതിക്കില്ല, ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവാൻ പറയും, ഇനി ഇതുപോലെ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടില്ല, എന്തായാലും ഞങ്ങൾക്ക് കാണണമെന്ന്. അങ്ങനെ പാവു ആരും കാണാതെ ഇവരെ മോർച്ചറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. പാവു മോർച്ചയിൽ ചെന്നതിന് ശേഷം ഇതാ എന്ന് പറഞ്ഞ് അന്നയുടെ ശവശരീരം എന്ന് പറഞ്ഞ് ഒരു വൃദ്ധയുടെ ബോഡി കാണിച്ചു കൊടുക്കും. ഇവാനും ജേവയ്ക്കും ദേഷ്യം വരും. നിനക്ക് വേണമെങ്കിൽ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ കാണിക്കേണ്ട എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ യഥാർത്ഥത്തിലുള്ള അന്നയുടെ ശവശരീരം അവരെ കാണിക്കും. അന്ന മരിച്ചതിന് ശേഷം വളരെയധികം സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവാൻ വളരെ മോശമായാണ് അന്നയുടെ ഡെഡ് ബോഡിയോട് പെരുമാറിയത്. ഇത് കണ്ട ജേവയ്ക്ക് അറപ്പ് തോന്നും. പക്ഷേ ഇവാൻ ജേവയെ നിർബന്ധിച്ച് അവളുടെ മാറിടത്തിൽ അമർത്തിപ്പിക്കും. അന്നയുടെ ശരീരത്തിൽ കിടന്ന ബാക്കിയുള്ള തുണിയും ഇവാൻ മാറ്റും. അവർ തന്നെ പറയും, അന്നയുടെ ശരീരം കണ്ടാൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്.